എന്തെല്ലാം ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ? സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റൂല കേട്ടാ. മീനും ചോറും മീൻ എന്താന്ന് മലപ്പുറത്ത് കുറ്റിപ്പുറം. ചങ്ങായിമാരെ, നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനില്ല കേട്ടാ. ഒരുപാട് പേര് പല വീഡിയോസിലും പല കമൻറ്റുകളും പലതും കേൾക്കുന്നുണ്ട്. ഒരു സ്ഥാപനം കെട്ടിപ്പടുത്ത് കച്ചവടം കൊണ്ടുവരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണെന്നൊക്കെ. പക്ഷേ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, കച്ചവടം ചെയ്ത മുതലാളിമാരോടൊക്കെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് അറിയാം. നിങ്ങളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് അതിൽ കച്ചവടം ഉണ്ടാക്കുന്നത് ജനങ്ങളാണ് കേട്ടാ. പൊതുജനങ്ങൾ വരുന്നത് കൊണ്ടും ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുമാണ് നിങ്ങളൊരു 2 പണിക്കാരെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനം ചിലപ്പോൾ 200 പണിക്കാരെ വെക്കേണ്ടി വരുന്നത് ജനങ്ങൾ ഭക്ഷണം കഴിച്ചു പോകുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ച് മീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് സ്ഥാപനത്തിലും എവിടെ മീനിന് ഫിക്സ്ഡ് റേറ്റ് ഉണ്ടാവില്ല കേട്ടാ. അത് മാറി റേറ്റ് വരും. മീനിൻ്റെ സീസൺ അനുസരിച്ചാണ് റേറ്റ് ഉണ്ടാകുക. പക്ഷേ ഒരു സ്ഥാപനം ഇത്രയും ഉയരങ്ങളിലെത്തിയ ഒരു സ്ഥാപനം അതില്ലാതാക്കാനും ജനങ്ങൾക്ക് കഴിയും. അപ്പോൾ സ്ഥാപനത്തിലെ മുതലാളിമാരോട് പറയാനുള്ള എന്താണെന്നറിയാം, സ്ഥാപനത്തെ താത്ത് കാണുന്നതല്ല. നിങ്ങൾ നല്ല ഭക്ഷണം തന്നതുകൊണ്ടും അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടുമാണ്. ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചു പോയാൽ നമ്മൾ അതിൽ കൂടി വരുന്ന സമയത്തേടാ നമുക്കിവിടെ നല്ല ഹോട്ടലുണ്ട്, നമുക്ക് അവിടുന്ന് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു 10 ആളെ കൂട്ടി വരുന്നതും പിന്നീട് ആ 10 ആള് വേറെ അവരെ കൂട്ടുകാരെ കൂട്ടി വരുന്നതൊക്കെ അത് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കാം, നിങ്ങളുടെ വിജയമായിരിക്കാം. പക്ഷെ ആ വിജയം എങ്ങനെ കൊണ്ടുപോകണം, ഇനി എന്ത് കച്ചറുണ്ടായാലും അതില്ലാതെയാക്കിയിട്ട് പണിക്കാരോട് കൂടി അത് ഏത് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥാപനം എന്താക്കാൻ പാടില്ല, നഷ്ടപ്പെടുത്തുന്ന ഒരു വഴി പണിക്കാരായാലും അത് മുതലാളിമാരായാലും ഉണ്ടാക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ പറഞ്ഞ് നിർത്താൻ പഠിക്കണം. ഓക്കെ, പിന്നീട് തെറ്റ് വന്ന് അത് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചകളായി, അത് കേസായി, അത് പിന്നെ മറ്റുള്ളതായി, പോലീസ് വന്ന് എല്ലാം കഴിഞ്ഞിട്ട് അതങ്ങനെയായിരുന്നു അതിങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏത് സ്ഥാപനത്തിലും നമ്മൾക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതില്ലാതെയാക്കാൻ കഴിയണം അല്ലേ? ചില സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് ചില സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വന്നവരോട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല. ഞാൻ അധികം കണ്ടതുകൊണ്ടാണ് പറയാം. ചിലപ്പോൾ നമ്മുടെ തലയിൽ നിന്ന് മുടി പറിച്ച് അതിലിട്ടിട്ട് പറയും നിങ്ങൾ ഭക്ഷണത്തിൽ മുടിയാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്താക്കേണ്ടി വരും, പോട്ടെ, കാരണം ഭക്ഷണത്തിൽ മുടിയാണെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് മുമ്പ് അവർ പൈസ തരുന്നില്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവർ എണീച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിക്കണം. അതാ ഞാൻ പറയും. ചില ആൾക്കാർ മുമ്പൊക്കെ, ഇപ്പം പിന്നെ എല്ലാ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചെക്ക് ചെയ്യും. ചില ആൾക്കാർ അതിൽ ഉണ്ടായിരുന്നോന്നോ അല്ലെങ്കിൽ ഇവർ എടുത്ത് ഈച്ചനൊക്കെ അടിച്ചിട്ട് ഈച്ചനൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ട് മുമ്പ് കാലങ്ങളിലെ. ഇപ്പം പിന്നെ അതൊന്നല്ല. എന്നാലും എന്താക്കണം, നമ്മളത് കച്ചറുണ്ടാക്കാതെ അവർക്ക് ഒഴിവാക്കി വിടണം. വേണമെങ്കിൽ വേറെ മാറ്റി കൊടുക്കുക ഭക്ഷണം. അതല്ല എങ്കിൽ അവർ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് വിടാനുള്ള കഴിവ് ഹോട്ടൽ മുതലാളിമാർക്ക് വേണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വരുന്ന എല്ലാവരോടും എനിക്ക് ഒരു കാര്യം പറയാനില്ല. എന്തെന്നറിയാം, ഒരു സ്ഥാപനം അടച്ചു പൂട്ടാൻ ഒരാൾ വിചാരിച്ചാൽ മതി. പക്ഷെ ഒരു സ്ഥാപനം നിലനിർത്തണമെങ്കിൽ ഒരുപാട് വിചാരിക്കണം. പിന്നെ ഞാനും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്തെന്നറിയാം, ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ടാവും അല്ലേ? അവരെ കുടുംബം മുന്നോട്ട് പോകുന്നില്ലേ? ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 ആൾക്കോ 20 ആൾക്കോ പണി കിട്ടിക്കഴിഞ്ഞാൽ അവരെ കുടുംബം രക്ഷപ്പെടും. അതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. അപ്പോൾ കച്ചറുണ്ടാക്കാതെ മുതലാളിമാരുമായിട്ട് പറഞ്ഞ് ആ സ്ഥാപനത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല നിലയിൽ തന്നെ പറഞ്ഞു തീർക്കാനുള്ള മനസ്സ് ഭക്ഷണം കഴിക്കാൻ പോകുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ളവർക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.